ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന റോബോട്ടിക് എക്സ്പോയിൽ കൗതുകം നിറച്ച് ബോട്ടിൽ ഡിസ്പോസിബിൾ ബൂത്ത് ATM. സാമൂഹ്യ പ്രതിബദ്ധതയാർന്ന ഇത്തരം കണ്ടുപിടുത്തങ്ങളാണ് നാളത്തെ ഭാവിയുടെ വാഗ്ദാനങ്ങളെന്ന് KM അഷ്റഫ്. പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന റോബോട്ടിക് എക്സ്പോയിൽ കൗതുകം നിറച്ച് കുട്ടികളുടെ ബോട്ടിൽ ഡിസ്പോസിബിൾ ബൂത്ത് ATM. പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ വലിച്ചെറിയാതെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ആശയം മുൻനിർത്തി കുട്ടികളിൽ കൗതുകം നിറച്ചുകൊണ്ടാണ് സ്കൂളിൽ ബോട്ടിൽ ഡിസ്പോസിബിൾ ബൂത്ത് ATM പ്രദർശിപ്പിച്ചത്. പഴയ പ്ലാസ്റ്റിക് കുപ്പികൾ ബൂത്തിൽ നിക്ഷേപിച്ചാൽ അതിന്റെ വാല്യൂ അനുസരിച്ചുള്ള പണം ബൂത്ത് ATM കൗണ്ടറിലൂടെ ലഭിക്കുമെന്നതാണ് ആശ്ചര്യം. യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ള ഇത്തരം സൌകര്യങ്ങളെ ഏവർക്കും പരിചയപ്പെടുത്തിക്കൊണ്ട് ചെറിയ ക്ലാസുകളിൽ നിന്നും വലിയ ആശയങ്ങൾ ലോകത്തിനു മുൻപിൽ പരിചയപ്പെടുത്തുകയാണ് പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ തൊഴുപ്പാടം സ്വദേശികളായ സെയ്ദ് അലവി, സൽമത്ത് എന്നീ ദമ്പതികളുടെ മകൻ അസ്ലം, റജീല, സലീം എന്നിവരുടെ മകനായ 9ാം ക്ലാസ് വിദ്യാർത്ഥി അക്മൽ എന്നിവരാണ് ഇത്തരം വേറിട്ട കാഴ്ചയുമായി എക്സ്പോയിലെത്തിയത്. നമ്മുടെ നാട്ടില് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ അവിടെ ഇവിടെ കിടക്കുന്നത് നമുക്ക് അതിലൂടെ കുറേ രോഗങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെ പൈസ കിട്ടുന്ന കാരണം എല്ലാവരും ഇതിലൂടെ ബോട്ടിലിടാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ പൈസ അങ്ങനെ പ്ലാസ്റ്റിക് കേരളത്തിൽ സമൂഹത്തിന് ഉതകുന്ന രീതിയിലുള്ള ഇത്തരം കണ്ടുപിടുത്തങ്ങളാണ് ഭാവി തലമുറകളെ മാറ്റിമറിക്കുന്നത്. ഇങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു തലമുറ വളരണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, പ്രധാനാധ്യാപിക സത്യ, വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻകുട്ടി എന്നിവർ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. പാഞ്ഞാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏറെ നാളായി പ്രവർത്തിച്ചു വരുന്ന ATL ലാബിൽ നിന്നും നമ്മുടെ കുരുന്നുകളും അധ്യാപകരുടെയും ഒക്കെ ശ്രമഫലമായി ഒരു ആധുനിക സംവിധാനം രൂപപ്പെട്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ബോട്ടിൽ അവിടെ നിക്ഷേപിക്കപ്പെടുമ്പോൾ അതിന് 1 രൂപയോ 2 രൂപയോ ബദലായി ഈ കുപ്പി നിക്ഷേപിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന നിലയിലാണ് ഇതിൻ്റെ സാങ്കേതിക വിദ്യ രൂപപ്പെടുത്തിയിട്ടുള്ളത്. പുതിയ കാലത്ത് മാലിന്യമുക്ത നവകേരളത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ പൊതുസ്ഥലങ്ങളിൽ ഇത് വിപുലപ്പെടുത്തി ഉപയോഗപ്പെടുത്തിയാൽ കൂടുതൽ ആളുകൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ ഉപയോഗിച്ച പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതിനും സഹായകരമാണ് എന്നുള്ളതിനാൽ വർത്തമാന കാലത്ത് ഏറെ പ്രസക്തമാണ് ഈ സാങ്കേതിക വിദ്യയുടെ പ്രയോഗം എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. CCV ന്യൂസ്, പാഞ്ഞാൾ.